ഇത് അമ്മ ഒരു പെയിൻറ്റുകാരാണ് ചെയ്തു. അമ്മയെ സപ്പോർട്ട് ചെയ്യണേ. പെയിൻറ്റ് വെച്ചാണ് സാരി മേക്കർ ചെയ്യണത്. എല്ലാവരും കണ്ടവർ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, മോൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. സാരി പ്രിൻറ്റിംഗ് ആണ്. ഇതിപ്പോൾ നമുക്ക് വരയ്ക്കാൻ ഒന്നുമില്ല. ഇതിപ്പം ഒരു കല്യാണ ലെറ്ററിൻ്റെ അകത്തിരുന്നൊരു ഡിസൈനാണ്. അത് ഒട്ടുമുക്കാൽ ഇപ്പോൾ കല്യാണ ലെറ്ററിൻ്റെ അകത്ത് ഇതുപോലെ കാണുന്നുണ്ട്. ഞാനതെടുത്ത് നല്ല ഡിസൈൻ ആയിട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ്. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ബൈൻഡിൽ ഇതുപോലെ ഒരു റോസ് ഫ്ലവറോ അല്ലെങ്കിൽ ഒരു താമരയുടെയോ അല്ലെങ്കിൽ ഇതുപോലെ ഇതളോ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ അറിയേണ്ട ഒരു കാര്യവുമില്ല. ഇതിലോട്ട് കളർ ഫില്ലിങ്ങാണ് ചെയ്യുന്നത്. ആ ഒരു ഔട്ട്ലൈൻ്റെ അകത്ത് നമ്മൾ അക്ലിക് കളറാണ്, അതായത് അത് ഫാബ്രിക് പെയിൻറ്റാണ്, നമ്മൾ ഈ തുണികളിൽ യൂസ് ചെയ്യുന്ന പെയിൻറ്റാണ്. അപ്പം അത് വെള്ളം യൂസ് ചെയ്യാതെ വേണം നമ്മൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പടർന്നു പോവും. അപ്പം ചെറിയ ഒരു ബ്രഷ് എടുത്ത് അതിൻ്റെ അകം മാത്രം ഫില്ല് ചെയ്യുക. കാരണം ആ ഒരു ലൈൻ്റെ അകത്തോട്ട് ഒരുപാട് കളർ വാരി ഒഴിക്കുമ്പോഴത്തേക്ക് അത് അകത്തുനിന്ന് പടർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ചതുരത്തിൻ്റെ അകത്ത് വേണ്ടുന്ന രീതിയിൽ മാത്രം പതുക്കെ സാവകാശം ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ അത് ചിലപ്പം അതിൻ്റെ അകത്തൂടെ പടർന്ന് കംപ്ലീറ്റ് ഒരെണ്ണം ആയിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ്. ഇതിൽ കുറച്ച് വലിയ ബ്രഷ് ആയതുകൊണ്ട് കുറച്ചധികം കളർ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കളർ ഫില്ലിങ് കണ്ട അതിൻ്റെ ഡിസൈൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഫാനിൻ്റെ നല്ല സ്പീഡിന് ഫാൻ ഇട്ടതിന് ശേഷം അപ്പോഴേ അത് ഉണങ്ങുന്നതാണ് ഈ അക്ലിക് കളറ്. ഫാൻ ഇട്ടപ്പോൾ കണ്ടില്ല നല്ലൊരു ഡിസൈൻ ആയി കഴിഞ്ഞ്. നമ്മൾ ഒരു റിസ്ക്കും ഇല്ല, ചുമ്മാ നമ്മൾ ഇതെടുത്ത് വെച്ച് കളർ ഫില്ല് നമുക്ക് എവിടെയൊക്കെ വേണമെങ്കിൽ ഈ സാരി കംപ്ലീറ്റ് നമുക്ക് ചെയ്യാം. അതിനുള്ള ടൈം കിട്ടിയില്ല, കംപ്ലീറ്റ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം രാത്രി സമയങ്ങളിലാണ് ഞാൻ ഇതിന് സമയം എടുക്കുന്നത്. അതുകൊണ്ട് ആ സാരി കംപ്ലീറ്റ് എനിക്കിത് ചെയ്യണമെന്നുണ്ട്. ഞാനിതിപ്പം ബ്ലൂ കളറും അതുപോലെ ഗോൾഡൻ കളറാണ് ഔട്ട്ലൈനിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഈ സാരിയുടെ ഉണ്ടല്ലേ ഒരു 4 സൈഡിലായിട്ട് 4 ഭാഗത്തായിട്ട് ഞാനത് പ്രിൻറ്റ് ചെയ്തിരിക്കുക. നമ്മൾ താഴത്തെ ഭാഗത്ത് വേണമെങ്കിൽ ഇതുപോലെ പതുക്കെ വളരെ സാവകാശം നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്ന. ഇത് 3D കളറാണ്. അപ്പം 3D അല്ലാതെ ഞാൻ ഗോൾഡൻ കളറിലെ ഫാബ്രിക് പെയിൻറ്റ് വേറെ ഉണ്ടായിരുന്നു. 3D ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ ഇടാം. ഇതിപ്പോൾ 4 സൈഡിൽ, അതായത് നമ്മളെ തുമ്പിൻ്റെ 4 സൈഡാണ്. നമുക്ക് വേണമെങ്കിൽ ഫുള്ളി റൊട്ടേറ്റ് ചെയ്ത് നമുക്കിത് വളരെ സാവകാശം 1 ആഴ്ചയോ 2 ആഴ്ച കൊണ്ടോ സാരി ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഡിസൈൻ ഇപ്പം കിട്ടിയത് കൂടാതെ ചെറിയ നല്ല കട്ടിയുള്ളൊരു ബൈൻഡിൽ നമുക്കതിൽ വരച്ചിട്ട് അത് നമ്മൾ ഈ ഒരു കട്ടിങ് ബ്ലേഡ് വെച്ച് അതിനെ പതുക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഡിസൈൻ ആക്കിയെടുക്കാം. ചെറിയ ഫ്ലവറും 2 ലീവ്സോ അല്ലെങ്കിൽ 3 ലീവ്സോ വെച്ച് നമുക്കതിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതുപോലെ പ്രിൻറ്റ് ചെയ്യാം. പിന്നെ വെജിറ്റബിൾ പ്രിൻറ്റിങ് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഒണിയൻ്റെ ഹാഫ് കട്ട് ചെയ്യുമ്പം അത് ഒരു താമരയുടെ ഷേപ്പായിട്ട് വരും. അത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ ഇനി ഇടുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈ സാരിയിൽ ഒരു ഡോട്ട് ഇട്ട് എവിടെയൊക്കെ നമ്മൾക്ക് ഈ പ്രിൻറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ചെറിയ പെൻസിലിൻ്റെ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം വേണം ആ ഒരു പ്രിൻറ്റ് നമുക്ക് ചെയ്യാൻ. അപ്പം ഒരു ഡിസ്റ്റൻസ് നമുക്കത് കീപ്പപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെന്ന് വെച്ചാൽ ഈ ഒരു ഡിസൈൻ ഞാൻ പൊതുവിൽ പറഞ്ഞതാണ്. നമുക്ക് ഏത് വെച്ച് വേണമെങ്കിൽ ഈ ഫാബ്രിക് പെയിൻറ്റ് അല്ലെങ്കിൽ അക്രിലിക് കളറിൻ്റെ പ്രിൻറ്റിങ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ഒരു പ്രിൻറ്റ് ചെയ്ത് ഇതിപ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ ഇത് ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഗോൾഡൻ കളറാണ്. അതിന് ചുറ്റും ഞാൻ ഗോൾഡൻ കളറിൻ്റെ ഔട്ട്ലൈൻ ഇടുകയാണ്. അതാകുമ്പോഴത്തേക്ക് ആ ഒരു ബ്ലൂ കളറിന് നല്ലൊരു എടുപ്പ് കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളറിൽ അത് സെറ്റ് സാരിയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഗോൾഡൻ കളർ ഇട്ടത്. നമുക്ക് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. റെഡ് കളറും ഇടാം, അതിന് നല്ല എടുപ്പ് കിട്ടും. ലൈറ്റ് കളറാണ് ഈ ഒരു സാരി അല്ലെങ്കിൽ സെറ്റ് സാരി എങ്കിൽ അതിൽ നിന്നും ഡാർക്ക് കളർ വേണം നമ്മളതിൽ ചെയ്യാൻ. നമുക്ക് കുറച്ചും കൂടി ഒരു എടുപ്പോടുകൂടി കാണത്തക്ക വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ വേണമെങ്കിൽ ഒരു മൈപ്പീലിയുടെ ഡിസൈൻ വേണമെങ്കിലും നമുക്കൊരു ബുക്കിലെ ബൈൻഡിലാകുമ്പോൾ കുറച്ചും കൂടി നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പം ബുക്കിലെ ഒരു ബൈൻഡ് നമുക്ക് ഇതുപോലെ ഡിസൈൻ വരച്ച് അത് കട്ട് ചെയ്ത് എടുക്കാം. അതാകുമ്പം ഈ നമ്മൾ പേപ്പർ കട്ടിങ് ബ്ലേഡ് ഉണ്ട്, നല്ല മൂർച്ചയോടുകൂടിയുള്ള, അതിൽ ഔട്ട്ലൈൻ പതുക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചെറിയ സിസർ കൊണ്ട് ആ ഒരു ഡിസൈൻ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വെറുതെ സിമ്പിളായിട്ട്, ഇത് വരയ്ക്കാൻ അറിയണമെന്നില്ല, കളർ ചെയ്യാൻ പ്രത്യേകം പഠിക്കേണ്ട കാര്യവുമില്ല. നമ്മൾക്ക് വാങ്ങിക്കുന്ന ഡ്രസ്സുകളിൽ നമുക്ക് തന്നെ ഇതുപോലെ ഡിസൈൻസ് ഇട്ട് വളരെ മനോഹരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ കളർ ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് വേണം ആ ഒരു സാരിയുടെ ചുറ്റിലും കളർ വീഴാത്ത രീതിയിൽ ആ ഒരു കളറിൻ്റെ പോട്ടും അതുപോലെ കളറും എടുത്ത് മുകളിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതുപോലെ മനോഹരമാക്കി ചെയ്യും. ഈ നമ്മൾ ഈ സാരി ഇടുന്ന കണക്ക് തന്നെ നമ്മുടെ കുട്ടികളുടെ ഫ്രോക്കുകളിലോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗങ്ങളിൽ നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഏതിനും നമുക്ക് ഈ ഡിസൈൻ യൂസ് ചെയ്യാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ അടിയിൽ ഒരു ന്യൂസ് പേപ്പറും കൂടി വെച്ച് വേണം പ്രിൻറ്റ് ചെയ്ത്.